നമസ്കാരം. മലപ്പുറം നിലമ്പൂർ KNG റോഡിൽ മമ്പാട് താളിപ്പൊയിലിൽ നാലംഗ കുടുംബം സഞ്ചരിച്ച ബൈക്കും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൻ്റെ ഞെട്ടൽ മാറാതെ നാട്ടുകാർ. അപകടത്തിൽ എടവണ്ണ ഒതായി തയ്യിൽ മുഹമ്മദ് അഷ്റഫ് മരിച്ചു. 35 വയസ്സായിരുന്നു. ഭാര്യ റിൻസിയ, മക്കൾ ജന്ന ഫാത്തിമ, നിസ്ല ഫാത്തിമ എന്നിവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടസ്ഥലത്തേക്ക് ആദ്യം ഓടിയെത്തിയ തേനൂട്ടിക്കല്ലിങ്കൽ ഷിഹാബും കലേഷും കണ്ടത് റോഡിൽ നിർത്തിയ ബസ്സിൻ്റെ മുൻചക്രത്തിൽ കുടുങ്ങി പിടയുന്ന അഷ്റഫിനെയാണ്. വാഹനങ്ങൾ കൂട്ടിയിടിച്ച ശബ്ദത്തിനൊപ്പം അലറിക്കരയുന്ന ശബ്ദവും കേട്ടാണ് സമീപത്തെ കടയിൽ നിന്ന് ഇവർ ഇറങ്ങിച്ചെന്നത്. ബസ്സിൻ്റെ മുൻചക്രത്തിൽ കുരുങ്ങിയ യുവാവിനൊപ്പം റോഡിൽ വീണുകിടക്കുന്ന നിലയിൽ ഒരു യുവതിയും 2 കുട്ടികളും ഉണ്ടായിരുന്നു. അപകടത്തിൽപ്പെട്ട ബൈക്കും സമീപത്തുണ്ടായിരുന്നു. ഈ സമയം ഡ്രൈവറും യാത്രക്കാരും ബസ്സിൽ സ്തംഭിച്ച് ഇരിക്കുകയായിരുന്നു. അഷ്റഫിനെ 20 മീറ്ററോളം ദൂരം വലിച്ചിഴച്ചു കൊണ്ടുപോയ ശേഷമാണ് ബസ് നിന്നത്. തലയിൽ ഹെൽമറ്റ് ഉണ്ടായിരുന്നെങ്കിലും യുവാവിൻ്റെ അരഭാഗം ചക്രത്തിൽ കുടുങ്ങി മുന്നോട്ട് വലിച്ചു കൊണ്ടുവന്ന നിലയിലായിരുന്നു. ഓടിയെത്തിയ ഷിഹാബ് ബസ് പിന്നോട്ടെടുക്കാൻ നിർദ്ദേശിച്ച ശേഷം യുവാവിനെ പുറത്തെടുത്തു. ഈ സമയം അർദ്ധബോധാവസ്ഥയിലായിരുന്നു അഷ്റഫ്. ബസ് ജീവനക്കാർ കൂടിച്ചേർന്ന് 4 പേരെയും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കവേ ബൈക്കിന് പിന്നാലെ വന്ന കാറിൽ ഉണ്ടായിരുന്നവർ അപകടത്തിൽപ്പെട്ടത് ബന്ധുക്കളാണെന്ന് തിരിച്ചറിഞ്ഞു. തങ്ങളുടെ കാറിലും മറ്റൊരു വാഹനത്തിലും അഷ്റഫിനെയും കുടുംബത്തെയും കയറ്റി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. പ്രഥമ ചികിത്സ നൽകുന്ന സമയത്തും അഷ്റഫ് ഭാര്യയുടെയും കുട്ടികളുടെയും വിവരം അന്വേഷിക്കുന്നുണ്ടായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകവേ അഷ്റഫിൻ്റെ നില കൂടുതൽ വഷളായി. വഴിമധ്യേ അരീക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അഷ്റഫും കുടുംബവും താളിപ്പൊയിൽ വളവ് തിരിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് അപകടമുണ്ടായത്. സ്വകാര്യ ബസ് എതിർദിശയിൽ നിന്ന് കയറ്റം കയറി വരികയായിരുന്നു. ഇരുവാഹനങ്ങളും അവരവരുടെ വശങ്ങളിലാണ് സഞ്ചരിച്ചത് എന്ന് പറയുന്നു. കൂട്ടിയിടിച്ച ശേഷം ബൈക്ക് ഇടതുവശത്തേക്കും അഷ്റഫ് ബസ്സിന് മുന്നിലേക്കും വീഴുകയായിരുന്നു. കുട്ടികളിൽ ഒരാൾ ബസ്സിനടിയിലേക്ക് തെറിച്ചുപോയതായി കണ്ടെന്നവർ പറയുന്നു. ഭാഗ്യം കൊണ്ടാണ് കുട്ടി രക്ഷപ്പെട്ടത് എന്നും ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നു.